അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 എക്സ്പെരിമെൻറ്റിലും നമുക്ക് എന്താ മനസ്സിലായത്? ഇവിടെ ഫസ്റ്റ് സോയിൽ ഇല്ലെങ്കിലും നമ്മളെ സീഡ് മുളക്കും. സെക്കൻഡ് വൺ വാട്ടർ ഇല്ലെങ്കിൽ നമ്മളെ സീഡ് സ്പ്രൗട്ട് ചെയ്യൂല, മുളക്കൂല. തേർഡ് വൺ സൺലൈറ്റ് ഇല്ലാതെയും നമുക്ക് എന്താണ് നമ്മളെ വിത്ത് മുളക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം, മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എയർ, വാട്ടർ, സൺലൈറ്റ് ഈ 3 ആളുകൾ ഉണ്ടെങ്കിലാണ് നമ്മൾ സീഡ് സ്പ്രൗട്ട് ചെയ്യുള്ളൂ, അതായത് മുളക്കുള്ളൂ. സ്പ്രൗട്ട് മീൻസ് മുളക്കുക. മുളക്കാൻ ഈ 3 ആളാണ് ആവശ്യം. മുളച്ചിട്ട് പിന്നീട് വളരാനാണ് നമ്മളെ സൺലൈറ്റും സോയിലും വേണ്ടത്. ഓക്കെ, ആ കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്യുക. ഈ 5 ഫാക്ടേഴ്സ് എന്ത് വേണം? നമ്മൾ സീഡ് ജെർമിനേഷൻ ആവശ്യമാണ്, പക്ഷെ 3 സ്പ്രൗട്ട് ചെയ്യാനും ദെൻ ഗ്രോ ചെയ്യാനാണ് ബാക്കിയുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മളിവിടെ ഒരു ടേബിൾ ഉണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളോട് ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങളോട് സ്വയം ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരുപാട് 5 ഫാക്ടേഴ്സ് പറഞ്ഞു അല്ലേ. ഈ 5 ഫാക്ടേഴ്സും കൊടുത്തിട്ട്, അതായത് ഫസ്റ്റ് ക്ലാസ്സിൽ ഗിവൺ ഓൾ ഫാക്ടേഴ്സ്, എല്ലാ സാധനങ്ങളും ഈ 5 ഫാക്ടേഴ്സും കൊടുത്തിട്ട് നമ്മൾ നടുന്നതിന് എന്താണ് സംഭവിക്കുന്നത്? അതായത് ഈ 5 ഫാക്ടേഴ്സും കൊടുത്ത ആ ഒരു എക്സ്പെരിമെൻറ്റിൽ എന്താണ് ഫസ്റ്റത്തെ ഡേ, സെക്കൻഡത്തെ ഡേ, തേർഡ്, ഫോർത്ത്, ആദ്യത്തെ 4 ദിവസങ്ങളിൽ എന്തൊക്കെയോ മാറ്റമാണ് അതിന് സംഭവിച്ചത്. ഗിവൺ ഓൾ ഫാക്ടേഴ്സ് എക്സെപ്റ്റ് സോയിൽ, മണ്ണല്ലാതെ ബാക്കിയുള്ളതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കി, എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് എന്നാണ് ഇവിടെ. ദെൻ തേർഡ് വൺ ഗിവൺ ഓൾ ഫാക്ടേഴ്സ് എക്സെപ്റ്റ് വാട്ടർ, വെള്ളം ഒഴികെയുള്ള ബാക്കിയുള്ളതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആയാൽ എന്താണ് ആ ഒരു എക്സ്പെരിമെൻറ്റിൽ സംഭവിക്കുന്നത്? നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് തന്നെ എഴുതണം. ഇനി ഗ്ലാസ് 4 ഗിവൺ ഓൾ ഫാക്ടേഴ്സ് എക്സെപ്റ്റ് സൺലൈറ്റ്, സൂര്യപ്രകാശം ഒഴികെയുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ ഒരു ആൻസേഴ്സ് ഇവിടെ ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. മക്കളൊന്ന് നോക്കുക, ഇവിടെ നോട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. ഓക്കെ, ഇത് അതായത് നോട്ടിലോട്ട് എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മക്കളിത് റീഡ് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട എക്സ്പെരിമെൻ്റ് ആണ്, ജസ്റ്റ് മിസ് ഒന്ന് ഇവിടെ പറഞ്ഞു എന്നുള്ളൂ. നെക്സ്റ്റ്, ഫോർ സീഡ് ടു ജെർമിനേറ്റ്, അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം തന്നെയാണ്, അതൊന്ന് ഡെഫിനിഷൻ രൂപത്തിൽ ഇവിടെ കൊടുത്തു എന്നുള്ളൂ. വാട്ടർ ഈസ് നെസസറി ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്, വെള്ളം, വിത്ത് മുളക്കാൻ വെള്ളം ആവശ്യമാണ്. ബട്ട് ദ ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ ആൻഡ് സൺലൈറ്റ് ആർ നോട്ട് നെസസറി, അതായത് മണ്ണും സൂര്യപ്രകാശം വിത്ത് മുളക്കാൻ ആവശ്യമല്ല. ബിസൈഡ്സ് വാട്ടർ, എയർ ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ആർ ഓൾസോ നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ. ഡിഫറെൻറ്റ് സീഡ്സ് ഹാവ് ഡിഫറെൻറ്റ് ജെർമിനേഷൻ ടൈംസ് ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചേഴ്സ്. അതായത് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഒരു സീഡ് ജെർമിനേഷന് 5 ഫാക്ടേഴ്സ് വേണം. ആ 5 ഫാക്ടേഴ്സിൽ എയറും വാട്ടറും ടെമ്പറേച്ചറുമാണ് ഒരു സീഡ് സ്പ്രൗട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. ദെൻ ഗ്രോ ചെയ്യാൻ, മുളച്ചിട്ട് പിന്നീട് വളരാൻ ആവശ്യം സോയിലും സൺലൈറ്റും ആണ്. ഇത്രയും കാര്യമാണ് ഇപ്പോൾ എക്സ്പെരിമെൻറ്റിലൂടെയൊക്കെ നമ്മളിവിടെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നോട്ട് ചെയ്യുക.